എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാറ്റഗറീസ് ഉള്ള ഒന്നാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറേ ഇതിങ്ങനെ ചെയ്ത് പോകാന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ SEO എന്ന് പറയുന്നത് വരുന്നുണ്ട്, PPC എന്ന് പറയുന്നത് വരുന്നുണ്ട്, ആഡ്സ് വരുന്നുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്, കണ്ടന്റ് ക്രിയേറ്റ്, പല സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ വൈഡായി പോവുകയാണല്ലേ. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ഇതിൽ കൂടുതലും പെയ്ഡാണ് വരുന്നത്. ഓക്കെ, പെയ്ഡ് കാര്യങ്ങളാണ് വരുന്നത്. ഫേസ്ബുക്കിന് ആഡ് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ പരസ്യം ചെയ്യുക, യൂട്യൂബിന് പേയ്മെന്റ് കൊടുത്ത് പരസ്യം ചെയ്യുക, അതുപോലെ തന്നെ ഗൂഗിളിൽ PPC ആഡുകൾ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഈ വീഡിയോസ് ഇടുന്നത്, അതുപോലെ തന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒട്ടുമിക്ക ഏജൻസികളും ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോസ്റ്റ് ഇടുക, കുറേ വീഡിയോ ഇടുക, പിന്നെ കുറച്ച് ആഡ് ചെയ്യാം, അതിന് റീടാർഗറ്റ് ചെയ്യുക, ലീഡ് എടുക്കുക, അതിന് ഫോളോ അപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് നർച്ചർ ചെയ്യാതെ ആ ലീഡുകളെ ഇപ്പോൾ 100 ലീഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 10 ക്ലോസ് ആയ ബാക്കി 90 ലീഡ് എവിടെ പോകുമെന്ന് അറിയില്ല. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് നഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് അല്ലാതെയാണ് ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും ഇത്രയും കാലം പോയിരുന്നത് അല്ലേ, പല രീതിയിലുള്ള ഗൈഡൻസിലൂടെ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയത് കൊണ്ടാണ് ഇന്നും നിങ്ങൾ സ്റ്റക്ക് ആയിരിക്കുന്നത്, പ്രോപ്പർ റിസൾട്ട് കിട്ടാതിരിക്കുന്നത്.